കലോത്സവ വിശേഷങ്ങളൊക്കെ കണ്ണൂർ വിഷൻ ചാനൽ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് മത്സരത്തിൻ്റെ ഓരോ മത്സരങ്ങളുടെയും വിധി വന്നു. അപ്പോൾ ജയിച്ച് വരുന്നവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റുഡിയോയിൽ വന്ന് അവരായിട്ട് തത്സമയം ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് കലോത്സവ നഗരിയിലെ വിശേഷങ്ങൾ, സ്പെഷ്യൽ സ്റ്റോറീസ്, ഒരുപാട് പുതിയ പുതിയ കാഴ്ചകൾ, കൂട്ടായ്മകളെല്ലാം പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ തത്സമയം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഈ സമയം ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് വീണ്ടും അഗെയിൻ ചെറുകുന്ന് തന്നെ എത്തിയിരിക്കുന്നു ദേവനന്ദ. എന്തൊക്കെയാണ് വിശേഷം ദേവനന്ദ? പറയൂ. ഹാപ്പി ആണല്ലോ? എന്തൊരു ആക്കിയ സുഖമാണല്ലോ. ഈ ദേവ എന്നാണോ വിളിക്കുക അല്ലെങ്കിൽ നന്ദ എന്നാണോ വിളിക്കുക? വീട്ടിൽ നിന്ന് വിളിക്കുന്നത് നന്ദു എന്ന് വിളിക്കും. കൂട്ടുകാരൊക്കെ എന്ത് വിളിക്കും? ദേവൂട്ടി എന്ന് വിളിക്കും, നന്ദൂട്ടി എന്ന് വിളിക്കും. ഓ, കുഞ്ഞിദേവു എന്ന്. അവിടെ വലിയ ദേവ് വേറെ ഉണ്ടോ? ഓ, മനസ്സിലാവാൻ വേണ്ടിട്ട് വലിയ ദേവ് വേറെ ഉള്ളതുകൊണ്ട് ആളെ കുഞ്ഞിദേവു എന്നാണ് വിളിക്കുന്നത് അല്ലേ? ശരി. എത്ര എത്തിപ്പം പഠനം? എത്ര +1 എടുത്തിരിക്കുന്നത്? ഓക്കെ. നമ്മളിപ്പം പരിചയപ്പെട്ട ചെറുകുന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്, ഒരേ വിദ്യാലയത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ദേവനന്ദ. ശരി. അക്ഷരശ്ലോക മത്സരം. ഓക്കെ. എപ്പോഴും മത്സരാർത്ഥികളുടെ എണ്ണം കൂടുന്ന ഒരു മത്സര ഇനമാണല്ലോ പൊതുവെ അക്ഷരശ്ലോകം എന്ന് പറയുന്നത്. ഇപ്പൊ എത്ര മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു പങ്കെടുക്കാൻ വേണ്ടിയിട്ട്? 11 മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. ഓക്കെ. ആരാ പഠിപ്പിക്കുന്നത് അക്ഷരശ്ലോകം? ഭാസ്കരൻ മാഷി ചെറുകുന്നിലുള്ള മാഷാണ് പഠിപ്പിക്കുന്നത് അല്ലേ? ശരി. ഇപ്പോൾ ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട് ഏറെയായോ? 12 വർഷമായി. ഈ അക്ഷരശ്ലോക മത്സരം മാത്രം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മാത്രം പഠിക്കുന്ന വേറെ എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരു മത്സരത്തിൽ മാത്രമേ പങ്കെടുക്കൂ. വഞ്ചിപ്പാട്ടിലും ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് ആ ടീമൊക്കെ വരാനുണ്ട് അത്രേ. ഓക്കെ. അപ്പൊ എന്തായാലും അതിലും വിജയിച്ചിട്ട് എന്തായാലും വീണ്ടും നമ്മൾ സ്റ്റുഡിയോയിലേക്ക് തന്നെ വരും. പൊതുവെ ഈ അക്ഷരശ്ലോക മത്സരം നമുക്ക് ഈ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പെർഫോം ചെയ്യാനുള്ള ഒരു വക പൊതുവെ ഉണ്ടാവില്ല. ഈ അതിൽ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് മലയാളവും സംസ്കൃതവുമാണ്. ഈ 2 ഭാഷകളാണ് കൂടുതലായിട്ടും കൈകാര്യം ചെയ്യുന്നത്. സംസ്കൃതം സംസാരിക്കാൻ അറിയാവോ? ഇല്ല, സംസ്കൃതം പഠിച്ചിട്ടില്ല. ഇതിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് മലയാളം ശ്ലോകം ഉണ്ടല്ലോ, മലയാളം അങ്ങനെ. ഓക്കെ. അതാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ശരി. ഈ പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോ കൂടെ മത്സരിക്കാൻ വേണ്ടിയിട്ട്? പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഈ അക്ഷരശ്ലോകം തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രചോദനം ആരാണ്? ഇങ്ങനൊരു മത്സര ഇനം ആരും അധികം കൂടുതലും അങ്ങനെ ഇല്ലാത്തൊരു മത്സരം എന്തായാലും അങ്ങനെ തിരഞ്ഞെടുക്കാനൊരു കാരണം എന്താണ്? ഞാൻ കുഞ്ഞിലെ അമ്പലത്തിലെല്ലാം പോകുമ്പം അങ്ങനെ അവിടെ പാടി കേൾക്കലുണ്ട്. കുറേ ആള് ഒരു പാടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു എനക്ക് ചേരണം പോയിട്ട്, അങ്ങനെ അമ്മ പോയി കൂട്ടിയതാണ്. ഓ. കൂടുതൽ പ്രചോദനം ആരുടെ ഭാഗത്തുനിന്നാണ്? വീട്ടിൽ നിന്ന്? അമ്മയാണ് പറഞ്ഞിരിക്കുന്ന അക്ഷരശ്ലോക മത്സരത്തിൽ പങ്കെടുക്കണം, തീർച്ചയായിട്ടും മോളൂട്ടി വിജയിക്കും എന്നൊക്കെ പറഞ്ഞു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാൻ, അമ്മ, ചേച്ചി, അച്ഛൻ. ചേച്ചി കലാമേഖലയിലൊക്കെ അങ്ങനെ സജീവമായിട്ട് നിന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? പങ്കെടുത്തിട്ടുണ്ട്. അക്ഷരശ്ലോകം. അപ്പൊ ചേച്ചിയുടെ ഭാഗത്തും കുറെ ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്ത് പറഞ്ഞു ചേച്ചി മത്സരത്തിനൊക്കെ വരുന്ന സമയത്ത്? സ്റ്റേജിൽ നിന്നും അല്ലെങ്കിൽ മത്സരത്തിൽ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ചേച്ചി? അങ്ങനെയല്ല, നല്ല അക്ഷരസ്ഫുടതയോടെ പാടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവര് പാടുന്നില്ല. ഇതിലെ യഥാർത്ഥത്തിൽ മാർക്ക് നിർണ്ണയിക്കുന്നത് ഈ വാക്കുകളുടെ സ്ഫുടതയിലാണോ, സ്പീഡിലാണോ? അല്ല, വാക്കുകളുടെ സ്ഫുടത. പിന്നെ ഓരോരോ വൃത്തത്തിലുണ്ടല്ലോ, കുസുമമഞ്ജരി, അങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന ശ്ലോകം ചെറുതാണോ വലുതാണോ അതിന് ബന്ധപ്പെട്ട് വരും. ഇത് എത്ര ടൈം? ഇതിന്റെ ഒരു ടൈമിംഗ് എങ്ങനെയാണ്? ഇതിന്റെ ഒരാൾക്ക് കിട്ടുന്ന ഒരു സമയം എങ്ങനെയാണ്? ഇല്ല, അത് ചെയ്ത് അങ്ങനെ പോകുന്നതാണ് അല്ലേ? ശരി. ഓക്കെ. അപ്പോൾ അക്ഷരശ്ലോക മത്സരവുമായി ബന്ധപ്പെട്ട് തന്നെ ഇനി ഒരു ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഇഷ്ടം എന്തൊക്കെയാണ് പൊതുവെ? അങ്ങനെ ഇനി ഇത് പഠിച്ചുകൊണ്ട് നിൽക്കണം, ഇനിയും കുറെ അക്ഷരം പഠിക്കണം, അതാണ് ഇപ്പൊ എന്റെ ആഗ്രഹം. അതല്ലേ? ശരി. ഇത് മീൻസ് കാണുന്ന ആൾക്കാർ എങ്ങനെയാ പൊതുവെ ഇതിനോടൊരു ഇഷ്ടം വേണ്ടേ? അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടോ ഇങ്ങനെ ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട്? ഇങ്ങനെ നമ്മൾ ഇവിടെ എന്താ പറയുക, ചില ക്ഷേത്രങ്ങളിലൊക്കെ പൊതുവെ കാണാം. നമ്മുടെ ഈ കണ്ണൂരും പയ്യന്നൂര് ഭാഗത്തുള്ള കുറേ ക്ഷേത്രത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ അക്ഷരശ്ലോകം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചേച്ചിമാരൊക്കെ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ. കാണികളെ പൊതുവെ എങ്ങനെയായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ആസ്വാദനം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കുറച്ചും കൂടി പ്രായമായിട്ടുള്ളവരായിരിക്കും ഉണ്ടാവുന്നത്. ഇത് ഇഷ്ടപ്പെടുന്നത് പ്രായമുള്ള ആൾക്കാരാണ്. ഈ പറഞ്ഞിരിക്കുന്ന ന്യൂജൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലേക്ക് ഇത് ആസ്വാദനം എത്തിയിട്ടില്ല. പക്ഷെ അവരും പഠിക്കാൻ വരുന്നുണ്ട്. അവർ കാണികളല്ല, അവർ പഠിക്കാനാ വരുന്നത്. ഓ, ഇത് പഠിക്കാൻ വരുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ എന്തായാലും ദേവനന്ദ, ഒരുപാട് സന്തോഷം. ഇനിയിപ്പോൾ ഉള്ളത് വഞ്ചിപ്പാട്ടിലാണ് അല്ലേ? ഈ വിദ്യാലയത്തിൽ നിന്ന് വേറെ ഇനി മത്സരാർത്ഥികൾ വന്ന് മത്സരത്തിൽ പങ്കെടുത്തോ? ഇന്ന്
നേരത്തെ വന്ന ആദ്യത്ത് വേറെ ഇല്ല. വേറെ ആളില്ല. ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വഞ്ചിപ്പാട്ട് മത്സരം. ഇതേ ഉള്ളൂ, 2 മത്സരത്തിലാണ് മത്സരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും വീട്ടിലെല്ലാവരോടും ഞങ്ങളുടെ സ്പെഷ്യൽ അന്വേഷണമൊക്കെ പറയണം. അക്ഷരശ്ലോക മത്സരം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരിടും. പാട്ട് പാടാറുണ്ടോ ദേവനന്ദ? ഇല്ല. സിനിമ പാട്ട് 2 വരി? ഇല്ല. ശരി, ഞാൻ പറയുകയും ചെയ്തു പാട്ട് പാടുന്നു. ഇല്ല, പാടത്തില്ല. എനിക്ക് മുഖം കാണുമ്പോൾ വളരെ ഡള്ളായിട്ട് ഞാൻ പാടത്തില്ല കേട്ടോ. ശരി, അപ്പോൾ എന്തായാലും സന്തോഷം കേട്ടോ. അപ്പോൾ സ്കൂളിലെ എല്ലാവരോടും സ്പെഷ്യൽ മാഷോട് അധ്യാപകനോട് ഞങ്ങൾ സ്പെഷ്യൽ അന്വേഷണം പറയണം. അപ്പോൾ ഇതാ ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനൽ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ.